വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മൾ മുൻപേ തയ്യാറാക്കി വെച്ച ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ പ്രയോജനപ്പെടുത്തി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 13/11/2024 ബുധനാഴ്ച 23,602 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഏകദേശം 60 പോയിന്റ് മൈനസിൽ ഗ്യാപ് ഡൗൺ ആയി 23,542 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അറിയാം, ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,547 എന്ന പ്രധാന സപ്പോർട്ടിന് ചേർന്ന് അഥവാ തൊട്ട് 1.2 പോയിന്റ് താഴെയാണ്. കൃത്യമായും അതേ ലെവലിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു അപ്പ് മൂവ് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അതായത് ഇന്നലത്തെ ഡേയ്സ് ലോ സപ്പോർട്ടായി കണക്കാക്കി പെട്ടെന്ന് തന്നെ വിതിൻ 1 മിനിറ്റ് തന്നെ ഈ ഉയരം രേഖപ്പെടുത്തി. എന്നാൽ വീണ്ടും കിട്ടിയ ഒരു ഡിക്ലൈൻ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്ന് കരുതിയവർക്ക് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ആ ഉയരം ലഭിച്ചില്ല എങ്കിൽ പോലും 23,558 60 എന്ന ലെവലുകളിൽ എത്തിയപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ടാർഗറ്റായി പ്രതീക്ഷിച്ച ആൾക്കാർക്ക് 621 വരെയാണ് ലഭിച്ചത്. ഒരു 60 പോയിന്റ് മൂവ്മെന്റ്, ഒരു ATM ഓപ്ഷൻ ട്രേഡ് ചെയ്ത ഒരാൾക്ക് ഒരു 28-30 പോയിന്റ് ഒക്കെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നൽകിയ P&Lകൾ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 5 മിനിറ്റ് ആദ്യം രേഖപ്പെടുത്തി അവിടെ സെല്ലേഴ്സിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തുടർന്ന് വന്ന ക്യാൻഡിലുകൾ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നില്ല, സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നുണ്ട് എന്ന ചിന്ത ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവേണ്ടതാണ്. എന്നാൽ അവിടെ വരെ വന്നു, നല്ല പ്രോഫിറ്റ് തീർച്ചയായും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതവിടെ കൃത്യമായി ബുക്ക് ചെയ്യാൻ കഴിഞ്ഞവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ മിനിറ്റിൽ ഇവിടെ അടിച്ചു, അതോടൊപ്പം തന്നെ അടുത്ത 1 മിനിറ്റ് ക്യാൻഡിൽ ഉയരത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ കൃത്യമായി അവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏതൊരാൾക്കും അവിടെയും ലാഭം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 1 മിനിറ്റ് ഈ തരത്തിൽ ഒരു ലോ തന്നെങ്കിലും വളരെ പെട്ടെന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അപ്പ് മൂവ് ചെയ്തു. ഇവിടെ അപ്പർ സൈഡിലോട്ടുള്ള ഒരു പ്രഷർ നിൽക്കുന്നു എന്ന് തോന്നി കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും ഡേയ്സ് ലോ ആദ്യം കിട്ടിയ ലാഭം അത് ബെറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ച് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയ ഒരാൾക്ക് അപ്പർ സൈഡിലേക്ക് ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ടാണ്. ആ ടാർഗറ്റും വളരെ നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 584 ലെവലിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. വരാവുന്ന ലോസ് ഭീകരമാണ്. ക്വാണ്ടിറ്റി സൈസ് ഈ ലെവലിൽ എൻ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച ക്വാണ്ടിറ്റിയേക്കാൾ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നോ ലോസ് നോ ഗെയിൻ എന്ന രീതിയിൽ അവർക്ക് എക്സിറ്റ് ആവാൻ കഴിഞ്ഞേക്കാം. ഈ തരത്തിൽ പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കുന്നവർക്ക് ഈ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും ഒരു 575 ലെവലിൽ നിന്നും അതുവരെ രേഖപ്പെടുത്തിയ ഉയരമായ 645 എന്ന ലെവലിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 75 പോയിന്റിന്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഒരു 30-32 പോയിന്റിന്റെ ടാർഗറ്റ് ലഭിക്കാം. എന്നാൽ അതിന് മുകളിലോട്ട് കയറി ക്ലോസ് ആയി, അതും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ. അപ്പർ സൈഡ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാം സെല്ലേഴ്സിന്റെ പ്രസൻസ്. തുടർന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലാണ്. നിങ്ങൾക്കറിയാം, തീർച്ചയായും ഈ തരത്തിലുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ആദ്യത്തെ ടാർഗറ്റ് ഞാൻ രേഖപ്പെടുത്താറ്. അത്തരത്തിൽ ടാർഗറ്റിന് മുകളിൽ കയറി ക്ലോസ് ആയാൽ മാത്രമാണ് വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ ഡേയ്സ് ലോ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്ന്. എന്നാൽ അത് അവിടെ ചെന്ന് വീണ്ടും സെല്ലിംഗ് ആവുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും കൃത്യമായും അവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു ഡേയ്സ് ലോ പ്രതീക്ഷിക്കാം. അഥവാ ഈ റേഞ്ച് ഇവിടെ രേഖപ്പെടുത്തിയ ഉയരം 23,676 എന്ന ലെവലാണ്. എന്നാൽ 748 പ്രധാന റെസിസ്റ്റൻസ്. എന്നാൽ ഈ ഏതൊരു ലെവലിനെയും ഒരു റെസിസ്റ്റൻസ് ആയി കണക്കാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ
അവർക്ക് അല്പസമയം ഹോൾഡ് ചെയ്യേണ്ടി വന്നെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ആവുന്നതാണ് കണ്ടത്. എന്നാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ തരത്തിൽ ഇതിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് എന്ന്. 5 മിനിറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടില്ല എന്ന് കാണാം. അപ്പർ സൈഡിലോട്ട് പോയി വീണ്ടും സെല്ലേഴ്സ് വന്നപ്പോൾ ഈ ഡേയ്സ് ലോ ടാർഗറ്റായി പ്രതീക്ഷിക്കാം, ഈ സപ്പോർട്ടിലേക്ക് ടാർഗറ്റായി പ്രതീക്ഷിക്കാം. അത് ഓരോരുത്തരുടെ മെന്റൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടാർഗറ്റ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ലെവലിന് താഴെ ഹോൾഡ് ചെയ്താൽ പോലും ശരിക്കും പ്രൈസ് നെഗറ്റീവ് ആകണം എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് പ്രൈസ് തിരിയണമെങ്കിൽ തീർച്ചയായും ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യേണ്ടതാണ് മിനിമം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഹോൾഡായില്ല. പ്രൈസ് ഇവിടെ നിന്നും വീണ്ടും കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് കാരണമുണ്ട്. ഒരു ഡേയ്സ് ഹൈ ഒരു ഉയരം തന്നു, പിന്നീട് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. എന്നാൽ വീണ്ടും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഏത് ഡയറക്ഷനോട്ട്, ബയേഴ്സിന്റെ കൂടെ ചേരണോ സെല്ലേഴ്സിന്റെ കൂടെ ചേരണമോ എന്ന കൺഫ്യൂഷൻ തീർച്ചയായും ട്രേഡേഴ്സിനുണ്ടാകാം. ആ നിലയ്ക്ക് ഇവിടെ ബയേഴ്സ് പിന്മാറുന്നതാണ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ചിന്തയിൽ ധരിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഏതൊരു കാര്യത്തിനും അത് ഇങ്ങനെ ആയിരിക്കാം എന്നത് ഒരു ലോജിക്കിന്റെ സൈഡിലൂടെ കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ ചിന്തിച്ചത്. എന്നാൽ ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഈ കൺസോൾട്ടേഷൻ പീരീഡും വളരെ കൃത്യമായി ട്രേഡ് ചെയ്യാൻ വിജിലന്റ് ആയി നിൽക്കുന്നവർക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ ടാർഗറ്റ് ലെവലിൽ എൻ്റർ ആവാൻ കഴിയുന്നതാണ്. ആ തരത്തിൽ ഇവിടെ പലരും ട്രേഡ് രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം പി ആൻഡിലുകളെല്ലാം ഒരുപക്ഷെ ഇത്തരം അനലൈസേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, ഇതെല്ലാം സംഭവ്യമോ സാധിക്കുന്ന കാര്യമാണോ എന്ന്. എന്നാൽ ഈ തരത്തിൽപ്പെട്ട ട്രേഡുകൾ ചെയ്തതിൻ്റെ എല്ലാം പി ആൻഡ് എൽ ഈ ഓരോ പൊസിഷനും കവർ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ലഭിക്കുന്ന 1-2 പി ആൻഡിലുകളും അവരുടെ ശബ്ദ സന്ദേശവും നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് പബ്ലിക് ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം സാധ്യമാകുന്നതാണ് കൃത്യമായും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യകാലം മുതലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ പലപ്പോഴും ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായി മാർക്കറ്റ് വേവ്സിന്റെ ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു 3 മാസം, കുറഞ്ഞത് 1 മാസമെങ്കിലും കണ്ടിന്യൂസ് ട്രേഡ് ഈ ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ട്രേഡ് പഠിക്കാൻ കഴിയും. അതല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് സ്റ്റൈൽ മെച്ചപ്പെടുമെന്ന്. ഈ തരത്തിൽ മെച്ചപ്പെട്ട അവര് കാര്യങ്ങളെ വ്യക്തമായി ഈ അനലൈസേഷനും ചാർട്ട് അടുത്ത ദിവസത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാനിനെയും വ്യക്തമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടവര് ഒട്ടനവധി പേരുണ്ട്. അവർ പലരും കൃത്യമായ ട്രേഡുകൾ ചെയ്ത് എനിക്ക് പോസിറ്റീവ് റിസൾട്ടുകൾ തരാറുണ്ട്. എല്ലാം പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും കാഴ്ചക്കാരെ, അതിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നവരെ വെറുപ്പിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. തന്നെയുമല്ല, ഒരേ സമയം ഒരുപാടെണ്ണം പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ സമയം വേണം. അത് എന്നെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ലെവൽ, ഇന്ന് പ്രൈസ് നൽകിയ മൂവ്മെന്റ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 23,547 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ലോയായ 23,484 എന്ന ലെവൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഇത്രയും റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൈനർ സപ്പോർട്ട് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനൽ ഇന്നലെ 20,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട് കാണും, നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വയസ്സ് കഴിഞ്ഞു, 1 വർഷം പൂർത്തിയായി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ദിവസം 20,000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന സന്തോഷവും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ 5-6 വീഡിയോകൾ മാത്രമാണ് കാണുക. ദിവസവും അല്പം സമയവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഈ ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ്. അത് പ്രയോജനപ്പെടുത്തുന്നവർ വളരെയധികം പേരുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം, ഒരു സപ്പോർട്ട്, അത് മറ്റൊരു നിങ്ങളുടെ ഒരു കൂട്ടുകാരനായ സുഹൃത്തായ ഒരു ട്രേഡർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുകൊണ്ടും അവർ വാച്ച് ചെയ്തതിനു ശേഷം
ഇത് ഗുണകരം എന്ന് തോന്നുന്നതുകൊണ്ടാവാം അവരും സബ്സ്ക്രൈബ് ചെയ്തതിലൂടെയാണ് ഈ തരത്തിലുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലിനുണ്ടായിട്ടുള്ളത്. എൻ്റെ ഈ ട്രേഡിംഗ് പ്ലാൻ അത് അനലൈസ് ചെയ്ത് റെഡിയാക്കാൻ ഞാൻ അത്രയധികം സമയം കൂടുതൽ ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു സന്മനസ് കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഇനിയും വളരെ വേഗം വളരും. അത്തരത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഇത് നല്ല സമയം ചെലവഴിച്ച് തന്നെയാണ് ഈ ഒരു അനലൈസേഷൻ തയ്യാറാക്കുന്നതും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും വലിയ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പരമാവധി ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിവരങ്ങൾ എന്താണ് നമ്മളുടെ ചാനലിൻ്റെ റിസൾട്ടുകൾ എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ളവർക്ക്, എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ കൂടി ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അവിടെ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവർ തീർച്ചയായും വാട്സപ്പ് വോയിസ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക. ചാറ്റ് ചെയ്യാൻ ഞാൻ ടെലഗ്രാം ഉപയോഗിക്കുന്നതല്ല. അത്തരം മെസ്സേജുകൾ ഞാൻ കാണാതെ വന്നേക്കാം. എന്നാൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുകയാണെങ്കിൽ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും. എന്തായിരുന്നാലും എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരുമായി ഒരു പരിചയം സ്ഥാപിക്കുന്നതിന് ഞാൻ ഏറെ സന്തോഷമുള്ള ഒരാളാണ്. അത്തരത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. വോയിസ് മെസ്സേജ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്തിട്ടാൽ അവ വായിക്കാൻ കൂടുതൽ നേരം വേണ്ടി വരികയും അപ്പോൾ എനിക്ക് ചാർട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്ന ഒരു പ്രതിസന്ധിയും ഉള്ളതുകൊണ്ട് വാട്സപ്പിലൂടെ തീർച്ചയായും വോയിസ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് നോക്കാം. 23,547 ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട്. ഇന്നത്തെ ഡേയ്സിലോ മറ്റൊരു സപ്പോർട്ടായി, മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 23,925 എന്ന ലെവലാണ്. ഇന്നത്തെ ഡേയ്സ് ഹൈ 23,676 ആണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. ഇന്നത്തെ ഡേയ്സ് ഹൈ ആണത്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയത് 23,733 എന്ന ലെവലാണ്. അതിന് മുകളിലോട്ട് കിടക്കുന്ന പക്ഷം ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾക്ക് അപ്പോൾ മാർക്കറ്റ് തരുന്ന പുതിയ സപ്പോർട്ട് ലെവലുകളെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പർ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ മിക്കവാറും ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ തീർച്ചയായും ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യേണ്ടതാണ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് മാർക്കറ്റ് വീക്ക് ആകുന്നു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ 23,483 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ തീർച്ചയായും പ്രൈസ് വീക്ക് ആയേക്കാം എന്നുള്ളതാണ്. ഈ ലെവൽ 23,453, 426, 403 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഈ ലെവലുകൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. ഇനി കണ്ടിട്ടില്ലാത്തവർ ഇന്നലത്തെ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ ആ ലെവലുകൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. 50,088 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റി അല്പം സ്ട്രോങ് ആണ്, അതുകൊണ്ട് മാത്രം അത് പുതിയ ലോ തരാതെ ഹോൾഡ് ചെയ്താൽ പ്രൈസിനെ മൊത്തം ഇൻഡെക്സുകളെയും ചെറിയ രീതിയിൽ ഹോൾഡ് ചെയ്ത് അപ്വേർഡ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ഓപ്പൺ ആയ ലെവലിന് മുകളിലോട്ടാണ് പെട്ടെന്ന് പോയത്. എന്നാൽ പുതിയ ലോ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയ്ക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയ ലെവലിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കാര്യമായ വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ വരുത്തിയിട്ടില്ല. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. പ്രധാന സപ്പോർട്ട് ആയി കാണുന്നത് 50,088 ആണ്. എന്നാൽ അതിനു മുകളിൽ പ്രധാനമായി ലഭിച്ചേക്കാവുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ കാണുന്നത് 51,139 ആണ്. മറ്റുള്ള ലെവലുകൾ ഇവിടെ വ്യക്തമാണെന്ന് കരുതുന്നു. താഴോട്ടുള്ള ലെവലുകൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. ഈ ലെവലിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ്, അതായത് 49,769 എന്ന ലെവലിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ്, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പ്രൈസ് വീക്കായേക്കാം എന്ന് നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. കുറച്ച് കാര്യങ്ങൾ സാധാരണ ട്രേഡിംഗ് പ്ലാനിൽ കൂടുതൽ പറഞ്ഞു പോയതുകൊണ്ട് ടൈം നഷ്ടമായിട്ടുണ്ട്, വീഡിയോ ലെങ്ത് ആയി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പതിവായി ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണ്. അത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യും എന്ന് കരുതുന്നു. സെൻസെക്സിൽ 77,615 എന്ന ലെവലാണ് പ്രധാന സപ്പോർട്ട്. ഡേയ്സ് ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ 2 മൈനർ സപ്പോർട്ടുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 78,150 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡേയ്സ് ഹൈ, ഇന്നത്തെ ഡേയ്സ് ഹൈ 78,057 എന്ന ലെവലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും പതിവ് പോലെ ഓപ്പണിംഗ് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഏതോ അത് ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് 78,057 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആവുക എന്നതാണ്. വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയാണോ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് ഫീൽ ചെയ്യുന്നത് ആ ഒരു ലെവൽ വ്യക്തമായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രൈസ് വീക്ക് ആകുന്നു എന്ന് ബോധ്യമാകാൻ ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. എന്നാൽ ഈ ലെവലിലോട്ടൊക്കെ വന്നാൽ അവിടെയെല്ലാം ടാർഗറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയോ പ്രോഫിറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ഡൗൺ സൈഡിലേക്ക് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഡൗൺ സൈഡിലേക്ക് ചേർത്തിട്ടുള്ള ടാർഗറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം ചേർത്ത ടാർഗറ്റുകൾ തന്നെയാണ്. നിങ്ങളുടെ ചാനലിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടിലും അവ നിങ്ങൾ സാധാരണ കാണുന്നവരാണ്. ഇത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അത് ചേർത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും പതിവായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും അടുത്ത ദിവസത്തേക്കുള്ള തിങ്കളാഴ്ചയാണ് ഇനി മാർക്കറ്റുള്ളൂ. നാളെ അവധിയാണ്. 2-3 ദിവസം നമുക്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സമയമെടുത്ത് ഈ ലെവലുകൾ അവരവരുടെ ചാർട്ടിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ട്രേഡ് ചെയ്യാൻ തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഗുണകരമാണെന്ന് തോന്നുന്നവർക്ക് ഉപയോഗിക്കാം, റിസ്ക് നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലിനെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തിങ്കളാഴ്ചയും 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് തുറക്കുമ്പോൾ നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. അത്തരത്തിലുള്ള മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.